അസ്സലാമു അലൈക്കും. നമ്മളിപ്പോൾ ഉള്ളത് പിന്നെ നമ്മളെ ട്രിപ്പിൻ്റെ 5ാമത്തെ ദിവസമാണെന്ന്. അല്ല, നമ്മളിന്നുള്ളത് പിന്നെ സിസു, അതായത് മണാലിയിലേക്ക് വരുന്ന കുറേ ആൾക്കാർ സിസുവിലേക്ക് പോകാതെ നാട്ടിലേക്ക് മടങ്ങുന്ന ഒരവസ്ഥ ഉണ്ട്. അതായത് ഏത് പാക്കേജിൽ വന്നാലും ഈ ഒരു സ്ഥലത്തേക്ക് ആരും വരാറില്ല. കാരണം ഇതാണ് മണാലി ഏറ്റവും പ്രകൃതി ഭംഗിയുള്ള സ്ഥലം. നിങ്ങൾ നോക്കി ബാക്കിൽ മൊത്തം മഞ്ഞാണ്, ഫുള്ള് മഞ്ഞാണ്. ശ്വാസത്തിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സിസു എന്നറിയപ്പെടുന്ന സ്ഥലമാണിത്, സിസു. പിന്നെ ഏകദേശം ഞങ്ങളെ മണാലിയിൽ നിന്ന് ഏകദേശം 10-30 കിലോമീറ്ററോളം ഉണ്ട് സിസുവിലേക്ക്. വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. ഞാൻ കാണിച്ചതാ, നല്ല ആൾക്കാരുണ്ട് ഇവിടേക്ക്. ഇന്ന് എന്തോ ഒരു ഭാഗ്യത്തിനാൽ മാത്രമാണ് നമ്മൾ ഇവിടെ എത്തിയത്. കാരണം ഞങ്ങൾക്ക് അവിടെ നിന്ന് പെർമിറ്റ് കിട്ടിയില്ലായിരുന്നു. പിന്നെ ഇന്ന് വണ്ടി വിടൂല, കാരണം ഇവിടെ മൊത്തം മഞ്ഞാണ്, ബ്ലോക്കാണെന്ന് പറഞ്ഞു. പിന്നെ ഒരു 1/4 മണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോൾ എന്തൊരു ഭാഗ്യത്തിനാണ് കഴിച്ചില്ല. കാരണം ഞങ്ങൾ 3500 രൂപ കൊടുത്താൽ 4000 റുപ്യ കൊടുത്തിട്ടാണ്, 4500 റുപ്യ കൊടുത്തിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വരുന്നത്. ട്രാവലറിൽ ഞങ്ങൾ വണ്ടി ഇവിടെ ഉണ്ട്, ഭാഗത്താണ്. അപ്പോൾ എല്ലാവരും മണാലിയൊക്കെ വരുമ്പോൾ എന്താണ് മെയിനായിട്ട് സിസുക്കും പിന്നെ അട്ടൻ ടണലുക്കും അതോണം റോത്താം പാസ്സൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ റോത്താം പാസ്ക്ക് ഇപ്പം ക്ലോസ് ആണ്, കാരണം ഇപ്പോൾ ഭയങ്കര മഞ്ഞ് വീഴ്ചയുള്ള സമയമായിട്ട് ഇപ്പോൾ റോത്താം പാസ് ക്ലോസ് ആണ്. ഈ റൂട്ട് തന്നെയാണ്. ഈ റൂട്ടിൽ പോയാൽ നമുക്ക് പല കാശ്മീരിൻ്റെ ഭാഗത്തേക്കൊക്കെ എത്താം. ഇതിൻ്റെ മുകളിലേക്കൊക്കെ ഉണ്ട്, പക്ഷെ അവിടേക്ക് ഒന്ന് കടത്തി വിടൂല, കാരണം ഇപ്പോൾ ഭയങ്കര മഞ്ഞ് വീഴ്ചയുള്ള സമയമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പിന്നെ മണാലിക്ക് വരുന്നവരൊക്കെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ട്, യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് എന്താക്കുക, പിന്നെ അത് പിന്നെ പരിഹരിച്ചിട്ട് നമ്മൾ എന്താക്കുക, പരമാവധി മണാലി വരുമ്പോൾ ഇവിടെ മൊത്തത്തിൽ കാണാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മൾ ഇത്രങ്ങാനും വില കൊടുത്ത് വരുമ്പോൾ ഈ കാഴ്ചകളൊന്നും കാണാതെ നാട്ടിലേക്ക് മടങ്ങി പോയിട്ട് കാര്യമല്ല. നല്ല ഇതാട്ടോ, ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ കോട്ട് വാങ്ങി. ആ കോട്ടിനോട് തണുപ്പിന് ഒരു ആശ്വാസമുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആകുമ്പോൾ കാണാം.